അമേരിക്കൻ സൈനിക താവളമുള്ള ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം അറിഞ്ഞില്ല എന്ന അമേരിക്കൻ പ്രസിഡന്റ് വാദം അറബ് രാജ്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ ഇസ്രയേലിനെതിരെ എന്ത് നടപടിയാകും തീരുമാനിക്കുക എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ തത്സമയം ചേരുന്നു. മെറിൻ മേരി ചാക്കോ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ഏറ്റവും വലിയൊരു സൈനിക താവളമാണ് ഖത്തറിലുള്ളത്. അപ്പോൾ ഈ താവളത്തിൽ ഇരുന്നു കൊണ്ട് ഇവരൊന്നും നിരീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പറയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. അതായത് ഖത്തറിൽ ദോഹയിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകോടി തന്നെയാണ്. പ്രധാനമായും ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു കാഴ്ച തന്നെയാകും ഈ ഒരു യോഗത്തിലുണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമായിരിക്കും ഈ യോഗത്തിൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമായും ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അറബ് രാജ്യങ്ങൾ അപലപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു യോഗം, ദോഹയിൽ ചേരുന്ന ഈ യോഗം ഏറെ നിർണായകമാണ്. പ്രധാനമായും ഇന്ന് ചേരുന്നത് അറബ് വിദേശ മന്ത്രിമാരുടെ യോഗമാണ്. മാത്രമല്ല ഇസ്ലാമിക് സഹകരണ സംഘടനകളുടെ നേതാക്കളുടെ യോഗവും ചേരുന്നുണ്ട്. പ്രധാനമായും ആക്രമണത്തിന്റെ കരടായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുക. അതായത് തയ്യാറെടുപ്പ് യോഗമാണ് ഇന്ന് നടക്കുക. അതിനുശേഷം നാളെയും യോഗം തുടരും. പ്രധാനമായും ഒമാൻ, അതേപോലെ തന്നെ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കും. ഇറാൻ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ഇറാഖി പ്രസിഡന്റും തുർക്കി പ്രസിഡന്റും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഉള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയോടനുബന്ധിച്ച് ദോഹയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസത്തേക്ക് സമുദ്ര ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതീവ സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു യോഗം ചേരുന്നത്. നേരത്തെ തന്നെ ട്രംപിന്റെ വാദങ്ങൾ അറബ് രാജ്യങ്ങൾ തള്ളിയിരുന്നു. കാരണം ഏറ്റവും വലിയ സൈനിക താവളമുണ്ട് അമേരിക്കയ്ക്ക്, അവിടെ നടത്തിയ ആക്രമണം അറിഞ്ഞില്ല എന്നുള്ളൊരു വാദം തന്നെ തള്ളിയിരുന്നു. നേരത്തെ ഇന്നലെ തന്നെ അനുനയ നീക്കവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. കാരണം ഖത്തർ പ്രധാനമന്ത്രി ഇന്നലെ ന്യൂയോർക്കിലെത്തി അത്താഴ വിരുന്ന് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു. ആ ഒരു അവസരത്തിൽ ഈ ഒരു ഇസ്രായേലിൽ ഹമാസ് യുദ്ധം ചർച്ചയായി, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ചർച്ച എന്നുള്ള വിവരമാണ് വരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഗസ സന്ദർശിക്കുമെന്നുള്ള വിവരവും വരുന്നുണ്ട്. ഖത്തർ പ്രധാനമന്ത്രി അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫുമായും US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഒരു അമേരിക്കയുടെ അനുനയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ യോഗം ചേരുന്നത്. തുടർന്ന് ഈ ഒരു ആക്രമണത്തിന് പിന്നാലെ എന്ത് തീരുമാനമായിരിക്കും അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സ്വീകരിക്കുക എന്നുള്ളത് കാര്യമായിരിക്കും ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. മെറിൻ മേരി ചാക്കോ ആണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.